സങ്കീർത്തനങ്ങൾ 18:50. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ശരി, അവൻ സ്ഥാപിച്ച രാജാവിന് എന്തു കൊടുക്കും? മഹാരക്ഷ നൽകും. ആ രക്ഷയെ നോക്കിയാൽ അത് വലിയതാ. സകലരും പറഞ്ഞാട്ട് മഹാരക്ഷ. ഇംഗ്ലീഷിൽ സാൽവേഷൻ ഈസ് ഗ്രേറ്റ്. രക്ഷ എന്താ വലുത്? എബ്രായർ 2-ാം നോക്കാം. എബ്രായർ 2:4 വായിക്കാം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്രയും വലിയ രക്ഷ കർത്താവിനെ അംഗീകരിച്ചാൽ അത് വലിയ രക്ഷയാ. അതിൽ മഹത്വമില്ലെങ്കിൽ നമ്മളിൽ നുകമില്ല. നമ്മൾ എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മേൽ നുഖം ഉണ്ടായിരിക്കണം. ദാവീദ് രാജാവ് അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിക്കുമായിരുന്നു. ദാനിയേലിനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയിൽ ഞാൻ ഇടും. രാജാവിന്റെ ഉത്തരമായിരുന്നു. അത് ലഭിച്ചിട്ടും അവൻ വാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. രാജ്യവും മാറി, ഭരണവും മാറി. നിങ്ങൾ കണ്ടോ? സകലരും പറഞ്ഞാട്ട് നുഖം വലിയതാ, അതിൽ ഉത്തരവാദിത്വമുണ്ട്, ധൈര്യവും ലഭിക്കും. അന്നേരം നമ്മൾ ഈ വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ജീവിക്കും? ഈ ഒരു രക്ഷ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളം. അതിനുശേഷം എന്ത് സംഭവിക്കും? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികൾ, വിവിധ പ്രവൃത്തികൾ തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ. നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ അർത്ഥം അതതിന്റെ ആരംഭമായിരുന്നു. വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം കേൾക്കുന്ന സകല വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് തുടങ്ങും. ഇപ്പോൾ തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ വലിയ കാര്യങ്ങൾ സംഭവിക്കും. സങ്കീർത്തനം 21:5. നിന്റെ രക്ഷ മുഖാന്തരം അവന്റെ മഹത്വം വലിയതാ, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നിന്റെ രക്ഷ മുഖാന്തരം നീ ദൈവത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം വലുതായിരിക്കും. ദാവീദ് അപ്രകാരമാ ചെയ്തത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. ഇംഗ്ലീഷിൽ ഹിസ് ഗ്ലോറി ഈസ് ഗ്രേറ്റ് ഇൻ ദൈ സാൽവേഷൻ. ആരൊക്കെ ഈ രക്ഷ കൈവശമാക്കുന്നു അവരുടെ അകത്ത് ആ മഹത്വമുണ്ട്. അംഗീകരിക്കുന്നത് വലിയ കാര്യമാ. പറഞ്ഞാട്ട് യേശുവിന്റെ രക്ഷ എനിക്ക് മഹത്വം വലിയതാ, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. ഇത്രയും വലിയ രക്ഷ അവൻ കൈവശത്താക്കി. ആ വലിയ നുഖം അവന്റെ മേലുണ്ട്. എങ്ങനെ ഡോക്ടറായി തീരും? ആ നുഖം എടുത്തു. എഞ്ചിനീയർ എങ്ങനെ? ആ നുഖം. എന്തായിരുന്നാലും ആ നുഖത്തെ എടുക്കണം. നിങ്ങൾ ആ നുഖം സ്വയം എടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. സകലരും പറയാറുണ്ട് ഇവൻ വലിയവനാ. അവിടെ ദാവീദ് ആരെ അന്വേഷിച്ചത്? ദാവീദിന്റെ അന്വേഷണം വലുതായിരുന്നു. രക്ഷ വലിയതാ. പറഞ്ഞാട്ട് വലിയത്. ദാവീദ് അതാ അന്വേഷിച്ചത്. അറിവ് ദൈവത്തിൻ്റെ നുഖത്തെ നമ്മൾ ഗ്രഹിച്ചാൽ നമ്മുടെ അകത്തുനിന്ന് എന്താ പുറത്തു വരുന്നത്? മഹത്വമാ പുറത്തു വരുന്നത്. ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തെ കണ്ട് പല വ്യക്തികളുടെ കുടുംബജീവിതം അനുഗ്രഹത്തിന്റെ കാരണമായി തീരും. അങ്ങനെ പല ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, പല നഷ്ടത്തിൽ നിന്ന്, പല തെറ്റായ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് ഒരു വലിയ കാര്യം ചെയ്യും. നുഖം ധരിച്ചാൽ സകലതും മാറും. എന്നാൽ അടിമയല്ലായിരുന്നു ദാവീദ്. ഇപ്പോൾ ഒരു ഇടയനല്ല. തേജസ് അവന്റെ മേൽ ജയവീരനായി സകലകാലത്തും. സങ്കീർത്തനം 31:19. നാമം മനുഷ്യനിൽ നിന്ന് വരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഇന്ന്. നിന്റെ ജീവിതം കഷ്ടത്തിലും പ്രയാസത്തിലും കടത്തിലും വേദനയിലും ആയിരുന്നാലും ഒരു താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ നീ ഈ നുഖം നിന്റെ മേൽ എടുത്താൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ദൈവം പുറത്തു കൊണ്ടുവരും നിന്നെ. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും മഹത്വം കാണും നിന്റെ മേൽ. അപമാനം മാറിപ്പോവും, മഹത്വം നിന്റെ മേലുണ്ടായിരിക്കും. രോഗങ്ങൾ മാറി ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ പൊതിയും. എല്ലാം നിന്നെ മാറി മഹത്വം നിന്നെ പൊതിയും. സകലരും പറഞ്ഞാട്ടെ ആ വലിയ സൗമ്യത, വലിയ രക്ഷ എനിക്ക് തരും. അവൻ വലിയതാ, അവൻ വലിയ നുഖം ധരിക്കും. ശിക്ഷയുടെ നുഖം, വിവാഹത്തിന്റെ നുഖം, ഭക്ഷണത്തിന്റെ നുഖം, അതോടൊപ്പം വസ്ത്രത്തിന്റെ നുഖം. ഈ നുഖവും നിങ്ങൾ ധരിച്ചാലേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. മഹത്വം വരട്ടെ. വായിച്ചാട്ടെ. മനുഷ്യപുത്രൻ കാൺകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതായിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഭയവും ഭക്തിയോട് നീ ആയിരുന്നാൽ ദൈവം നിന്നെ കൈവിടത്തില്ല. നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതായിരിക്കുന്നു. അതെത്ര വലിയതാ. പരലോകത്തിൽ ദൂതന്മാരുടെ മുമ്പിലാ അത് കാണിച്ചിരിക്കുന്നത്. അവിടെ എന്തുവാ?
നിന്റെ നന്മ എത്ര വലിയതായിരിക്കുന്നു. ആശ്രയിക്കുന്നവർക്ക് മനുഷ്യപുത്രന്മാർ കാൺകെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ടോ, മനുഷ്യപുത്രന്മാർ കാൺകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതായിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഹൗ ഗ്രേറ്റ് ഈസ് ദൈ ഗുഡ്നസ്. അവനെ ഭയപ്പെടുന്നവർക്ക്, അത് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാൺകെ. അതിന്റെ അർത്ഥം ഈ ലോകത്തിലെ ജാതികളുടെ മധ്യത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അതൊത്തിരി വലിയതാ. ആ മഹത്വം ഇവിടെ കാണാൻ പറ്റുമോ, അതോ വരാനുള്ള ലോകത്തില്? ഇവിടെ എത്ര പേര് ഇവിടെ മഹത്വം കണ്ടിട്ട് വരാനുള്ള ലോകത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു? അവർക്ക് ഭക്തിയുണ്ട്, എന്നാൽ മുഖം ഇല്ല. നിന്റെ നന്മ എത്ര വലിയതാ. എല്ലാരും പറഞ്ഞാട്ടെ, അവന്റെ നന്മ വലിയതാ. ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്തുവാ പുറത്തു വരുന്നത്? മഹത്വം പുറത്തു വരും. അതാ ദാവീദിന്റെ അന്വേഷണം. ആ ദൈവത്തെ അനുകരിക്കണം. ഒരു കാലത്തും നിങ്ങൾ സാധാരണ വ്യക്തിയല്ല. ഇന്ന് തൊട്ട് നിന്റെ ശൂന്യത, ആ ശൂന്യത മാറ്റി ദൈവം നിന്നെ അപ്രകാരം മാനിക്കും. അതാ ദാവീദ് പറയുന്നത്, അവന്റെ ദയ വലിയത്. ആ വലിയത അവൻ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ സകല പാപങ്ങളെ ക്ഷമിച്ചു, എൻ്റെ സകല രോഗത്തെ അവൻ മാറ്റി, ഭയത്തെ അവൻ നീക്കി, എൻ്റെ ശത്രുക്കളെ അവൻ ഓടിച്ചു. എൻ്റെ ദൈവം വലിയവനാന്ന് പറഞ്ഞ് നൃത്തം ചെയ്തു. പറഞ്ഞാട്ടെ, എൻ്റെ സകല പാപങ്ങളെ ക്ഷമിച്ചവൻ, എൻ്റെ സകല രോഗത്തെ അവൻ മാറ്റി, പ്രയാസത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. വലിയ ദൈവമാ. എൻ്റെ അകത്തുനിന്ന് അവൻ മഹത്വം പുറത്തിറക്കും. ആ ദൈവത്തിന് മഹത്വം കൊടുത്ത അപ്രകാരം അവൻ ചെയ്യും. അവൻ്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുവാൻ നോക്കുന്നു. എബ്രായരിൽ 7-ാമത്തെ അധ്യായം 1-4 വരെ. ശാലേം രാജാവും അത്യന്തനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങിവരുന്ന അബ്രാഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രാഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവും എന്നുവെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്ന് അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലി ഇല്ല, ജീവാരംഭം ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവൻ എത്ര മഹാന് എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം. പറഞ്ഞാട്ടെ, എങ്ങനത്തെ മഹാനായിരുന്നു? വായിച്ചാട്ടെ, അവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അബ്രഹാം ദശാംശം അവൻ ആർക്കാ കൊടുത്തത്? പറഞ്ഞാട്ടെ, വലിയ മഹത്വം. അബ്രഹാം ദശാംശം ആ വലിയ വ്യക്തിക്കാ കൊടുത്തത്. ശരി, ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ എന്തോ പറയുന്നത്? ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അനുഗ്രഹത്തിന് കാരണമായി തീരും, ഞാൻ നിന്റെ നാമത്തെ വലുതാക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കി മാറ്റിയിട്ട് നിന്നെ അനുഗ്രഹിക്കും, അതിനുശേഷം ഞാൻ നിന്റെ നാമത്തെ ഉയർത്തും. ദൈവത്തിൻ്റെ നാമമാണോ അത് നിന്റെ നാമമോ? ആരുടെ നാമമാ? നിന്റെ നാമം. ദൈവത്തിൻ്റെ നാമം വലിയതാ. അവൻ്റെ നാമം വലിയതാ. ആദ്യം തൊട്ടേ സകലരും പറഞ്ഞാട്ടെ, നിന്റെ നാമം, നിന്റെ നാമം എന്ന് തൊട്ട് സകല നാമത്തിൽ മേൽ നിന്റെ നാമത്തെ ദൈവത്തിന് കൊടുത്താൽ, അബ്രഹാം മൽക്കിസദേക്കിന് ആ ദശാംശം കൊടുത്തപ്പോൾ ആ കൊടുത്ത ദശാംശം ദൈവത്തിന് കൊടുത്തതുപോലെ ആ വലിയതിൽ നിന്ന് വലിയ വ്യക്തിയായി മാറി. അവൻ ദൈവത്തിന്റെ മഹത്വത്തിൽ ആയിത്തീരുന്നു. അന്നേരം ദൈവം എന്ത് തരും? ഒരു കൊയ്ത്ത്. ഞാൻ നിനക്കൊരു വലിയ കൊയ്ത്ത് തരും. എങ്ങനത്തെ കൊയ്ത്താ? വലിയ കൊയ്ത്താ. അത് ഗ്രഹിക്കും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഗ്രഹിക്കും. ഈ വചനം കേട്ട സകല വ്യക്തികളും അതനുസരിച്ച് ജീവിച്ചാൽ നിന്റെ ഭവനത്തിൽ സാധാരണമല്ല സകലരും അനുഗ്രഹിക്കപ്പെടും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ദൈവം വലിയവനായിരിക്കുന്നത് പോലെ ഞങ്ങളും ആ നിലവാരത്തിൽ തന്നെ ആയിത്തീരുവാൻ? അവനൊരു ദാസന, ഒരു ഇടയന. ദാവീദിന്റെ അന്വേഷണം വലിയതാ. അവന്റെ ദയ എന്നെ വലിയവനാക്കി. സകലരും പറഞ്ഞാട്ടെ, ദയവനായി യേശുവേ, എപ്രകാരം നീ വലിയ ദൈവമാ, അപ്രകാരം ഞങ്ങളെയും അങ്ങനെ തന്നെ ആക്കുന്ന ദൈവമേ. ആ മുഖം നമ്മൾ എടുത്താൽ നമ്മളെ ആ മുഖത്തിലേക്ക് ആക്കണം. നസ്രനായി യേശുവേ, ദൈവമേ, ഞങ്ങൾക്ക് മുമ്പോട്ട് കടന്നു പോകുവാൻ സാധിക്കുന്നില്ല, ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു. ഇന്ന് കേട്ട വചനപ്രകാരം ദാവീദ് അന്വേഷിച്ചത് ആ വലിയ ധനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ സൗമ്യത എന്നെ വലിയതാക്കി. ദിവസവും കഴിക്കുവാൻ ഒന്നുമില്ലാതെ രോഗത്തോട്, ഭാരത്തോട്, പാപത്തിന്റെ അടിമയായി തീർന്നു. നിന്നയോട് ഞാൻ ജീവിക്കുന്നു. അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ.
ഈ ശരീരത്തിൽ നിന്ന് മഹത്വം ഇറക്കി നിന്റെ നാമത്തിൽ മഹത്വം കൊണ്ടുവരുവാൻ കൃപ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. ആമേൻ.